കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. BA പൊളിറ്റിക്കൽ സയൻസ് PPSC 1110 കോഡുള്ള ഗ്ലോബൽ പൊളിറ്റിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ജൂൺ 2025 ടേമിന്റെ എക്സാമിനേഷന് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. കാരണം നേരത്തെ നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക് ആൻഡ് കോൺസെപ്റ്റ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ആൻഡ് ഈ ഒരു വീഡിയോയിൽ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്ന സിലബസ് മാപ്പിംഗ്, ഏതൊക്കെ ബ്ലോക്ക് വൈസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഏതിനൊക്കെയാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്, കുറഞ്ഞ വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ലോങ് ആൻസേഴ്സ് ആണോ ഷോർട്ട് ആൻസേഴ്സ് ആണോ, ഇങ്ങനെ MCQ ഒക്കെ ചോദിക്കോ, അതിനനുസരിച്ച് എങ്ങനെയൊക്കെ നമുക്ക് ജൂൺ 2025 പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു അനാലിസിസ്, റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ, ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഏത് ടോപ്പിക്കിൽ നിന്നാണ്, ഏത് കോൺസെപ്റ്റ്സ് ആണ് റെഗുലർ ആയിട്ട് അപ്പിയർ ആവുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അതിന്റെ ബേസിൽ ഇനി വരാൻ പോകുന്ന ജൂൺ 2025 ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ, ആ ഒരു പ്രോബബിലിറ്റി ആൻഡ് ഓൾസോ പ്രഡിക്ഷൻ. പിന്നെ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, അതെന്ന് പറഞ്ഞാൽ ഈ പ്രഡിക്റ്റീവ് പേപ്പർ നമുക്ക് തന്നെ ഒരു സെൽഫ് അസസ്മെന്റിന് വേണ്ടി ആയിരിക്കും. ഒരു ടോപ്പിക് ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ ആ ടോപ്പിക്കിൽ കൂടുതലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ എക്സാമിന് പോയി ഇരിക്കുന്ന സമയത്ത് കൂടുതൽ മൈൻഡ് നമുക്ക് അതിനു വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് തന്നെ ഓൾറെഡി പ്രിപ്പയർഡ് ആണല്ലോ, അവിടെ വെച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയുള്ള സെൽഫ് അസസിന് വേണ്ടിയുള്ള മോക്ക് പ്രഡിക്റ്റീവ് ആൻസേഴ്സ്, മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മൾ ഈ ഒരു അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഏതൊക്കെ ബ്ലോഗ്സ് ആണ്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ്, അത് ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു കൺക്ലൂഷനിൽ എത്തിയേക്കുന്നത് ഇതുവരെ ഉള്ള എക്സാംസിന്റെ പാറ്റേൺ അനുസരിച്ചിട്ടാണ്. ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി മീൻസ് ഒരു അനാലിസിസ് തന്നെയാണ് ഈ ഒരു PYQ അനാലിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹാർഡ് വർക്കിനെ കൂടുതൽ സ്മാർട്ട് വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആദ്യമേ കവർ ചെയ്യുക, അല്ലാതെ ഫസ്റ്റ് വരുന്ന യൂണിറ്റ് ആദ്യം പഠിക്കുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് നോക്കാതെ എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഏതാണോ എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ മെയിൻലി 3 ബ്ലോക്ക് ആണുള്ളത്. ഫസ്റ്റ് ബ്ലോക്ക് ഗ്ലോബലൈസേഷൻ, സെക്കൻഡ് കണ്ടംപററി ഇഷ്യൂസ്, തേർഡ് പവർ ആൻഡ് ഗവർണൻസ്. ഇതില് ഗ്ലോബലൈസേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഫസ്റ്റ് ബ്ലോക്ക്. പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കണ്ടംപററി ഇഷ്യൂസ്. ആൻഡ് തേർഡ് ബ്ലോക്കിൽ 2 യൂണിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത്രയും കുറച്ച് ക്വസ്റ്റ്യൻസും വരുന്നത്, പവർ ആൻഡ് ഗവർണൻസ്. ഓക്കെ, അപ്പം ഇനി ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൽ മാർക്ക് ചെയ്തേക്കുന്ന കണ്ടിട്ട് അറിയാം. ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ്, 6 യൂണിറ്റ്, ഫസ്റ്റ് 1 to 6 യൂണിറ്റ്സ് നല്ല ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ആൻഡ് ബ്ലോക്ക് 2-നകത്താണ് ഈ യൂണിറ്റ് 7 to 11 വരുന്നത്. അതിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് ബ്ലോക്ക് 3, 12 and 13 അതിനും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒരു ബ്ലോക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ചില ടോപ്പിക്കുകൾ കൂടുതലായിട്ടും ചില ബ്ലോക്കിന് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതാണ് നോക്കുന്നത്. ഇനി നമുക്ക് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും നോക്കാം. ഫസ്റ്റ് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റ് മീനിങ്, ഫീച്ചേഴ്സ്, ഫേസസ് ഓഫ് ഗ്ലോബലൈസേഷൻ എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 12 തവണയാണ്. ഈ അനാലിസിസ് 2019 തൊട്ട് 2024 വരെ ചോദിച്ചേക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ബേസിലാണ് ഇത്രയും അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. 12 തവണ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡേറ്റയിൽ 10 അതിൽ കൂടുതലോ ആണെങ്കിൽ ഹൈ റെലവൻസ് ആണ് കാണിക്കുന്നത്. സോ 12 തവണ ചോദിച്ചേക്കുന്നത് ഹൈ റെലവൻസ് ആണ്. സെക്കൻഡ് യൂണിറ്റ് സോവറിനിറ്റി ആൻഡ് ഗ്ലോബലൈസേഷൻ 11 തവണ ചോദിച്ചിട്ടുണ്ട്, അതും ഹൈ
ഹൈ റെലവൻസ് തന്നെയാണ്. തേർഡ് യൂണിറ്റ് IMF, വേൾഡ് ബാങ്ക്, നിയോ ലിബറലിസം 9 തവണ ഒരു മീഡിയം റെലവൻസ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ WTO, GATT, WTO ആൻഡ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന് 13 തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഹൈ റെലവൻസ് ആണ്. യൂണിറ്റ് 5 MNCs or TNC, ഗ്ലോബൽ വാല്യൂ ചെയിൻ 10 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതും ഹൈ റെലവൻസ് തന്നെ കൊടുക്കാം. ആൻഡ് യൂണിറ്റ് 6 കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ഗ്ലോബലൈസേഷൻ 7 തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റെലവൻസ് കൊടുക്കാം. ഇനി ബ്ലോക്ക് 2 എന്ന് പറയുന്നത് യൂണിറ്റ് 7 തൊട്ടാണ്. എൻവയോൺമെന്റ്, പാരീസ് അഗ്രിമെന്റ്, UNEP 11 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവൻസ് ആണ്. യൂണിറ്റ് 8 WNDS, NPT, നോൺ പ്രൊഫിലറേഷൻ ട്രീറ്റീസ് അത് 8 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ് അതിൽ വരുന്നത്. യൂണിറ്റ് 9 നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി, ടെററിസം, ഇന്ത്യ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 10 തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ റെലവൻസ് ആണ് അതുകൊണ്ട് തന്നെ. ഇനി യൂണിറ്റ് 10 നോക്കുകയാണെങ്കിൽ റെഫ്യൂജീസ്, മൈഗ്രേഷൻ, ഇന്ത്യസ് അപ്രോച്ച് ഒരു 7 തവണ ചോദിച്ചിട്ടുണ്ട്. അതും ഒരു മീഡിയം ലെവൽ ആണ്. യൂണിറ്റ് 11 ഹ്യൂമൻ സെക്യൂരിറ്റി, പീപ്പിൾ സെന്റർ സെക്യൂരിറ്റി 4 തവണ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതുവരെ നമ്മൾ നോക്കിയിരിക്കുന്ന എല്ലാം 7, 8, 9, 10, 11. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ ബ്ലോക്ക് 2 യൂണിറ്റ് 11 4 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. സോ അതിനൊരു ലോ റെലവൻസ് ആണ് കൊടുക്കേണ്ടത്. ആൻഡ് ബ്ലോക്ക് 3 ആണ് യൂണിറ്റ് 12 ആൻഡ് 13. യൂണിറ്റ് 12 ഗ്ലോബൽ റെസിസ്റ്റൻസ്, NGO, സോഷ്യൽ മൂവ്മെന്റ്സ് 7 തവണയോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് കൊടുക്കുക. ആൻഡ് ബ്ലോക്ക് 3 യൂണിറ്റ് 13 ആൾട്ടർനേറ്റ് പെർസ്പെക്ടീവ്സ്, മാർക്സിസ്റ്റ്, റിയലിസ്റ്റ് ആൻഡ് ലിബറലിസ്റ്റ് ആ ഒരു ഐഡിയയില് 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതും ഹൈ റെലവൻസ് കൊടുക്കാവുന്നതാണ്. സോ 10 അതിൽ കൂടുതലോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ്. ഇനി ഇത് വെച്ചിട്ട് ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, പിന്നെ GATT, ഇന്ത്യസ് പൊസിഷൻ ഇതൊക്കെ ഏറ്റവും കൂടുതലായിട്ട് അപ്പിയർ ചെയ്യുന്നതാണ്. ആൻഡ് ഓൾസോ കണ്ടംപററി റെലവൻസ് ഉള്ള ടോപ്പിക്കും കൂടാണ്. പിന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻസ് ഇമ്പാക്ട് ഓൺ സോവറിനിറ്റി. ഇതും എക്സാമിന് റെഗുലർ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് എന്താണ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ സോവറിനിറ്റിയുടെ ആ ഒരു കോൺസെപ്റ്റിന്റെ ഇമ്പാക്ട്, കോൺസെപ്റ്റ് ബേസ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് തന്നെ അനലൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ്. അതിൽ ടെററിസം, ഇന്ത്യയിലെ ടെററിസത്തിനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് പലതവണയായിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ ഈ നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 3 ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ ലോങ് എസ്സേസ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്നത്. ലോങ് എസ്സേസ് എന്ന് പറയുമ്പോൾ 20 മാർക്കിന് ഒരു 400 തൊട്ട് 500 വേർഡ്സ് വരെ എഴുതേണ്ട 20 മാർക്സിന് വരുന്ന അതാണ് ലോങ് എസ്സേസ് എന്ന് പറയുന്നത്. അതിന്റെ ഫ്രീക്വൻസി കുറച്ച് കൂടുതലാണ്. അതായത് ഹൈ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഷോർട്ട് നോട്ട് ഒരു 8 തൊട്ട് 10 മാർക്കിന് ഷോർട്ട് നോട്ട്സും ചോദിക്കാറുണ്ട്. അതായത് 200 to 250 വേർഡ്സ് ഹൈ ഫ്രീക്വൻസി. പിന്നെ അനലിറ്റിക്കൽ അല്ലെങ്കിൽ കമന്റേറ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒപ്പീനിയൻ പറയാൻ അല്ലെങ്കിൽ കണ്ടംപററി ഇഷ്യൂസിനെ വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ അനലൈറ്റിക്കൽ കമന്റേറ്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതൊരു 10 to 15 മാർക്സിന് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം റെലവൻസ് ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഏതാ? ഈ ലോങ് എസ്സേസും ഷോർട്ട് നോട്ടും ആയിരിക്കും. പിന്നെ അനലിറ്റിക്കൽ കമന്ററി 10 to 15 മാർക്സ് 300 to 400 വേർഡ്സിൽ നമുക്ക് എഴുതാം. പിന്നെ ഫാക്ച്വൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അതും ഒരു 8 to 10 മാർക്സിനാണ്. 200 to 250 വേർഡ്സ് ആയിരിക്കും ഒരു വേർഡ് കൗണ്ട് എന്ന് പറയുന്നത്. അത് മീഡിയം വല്ലപ്പോഴും ഒക്കെ ചോദിക്കാറുള്ളൂ. പിന്നെ കേസ് സ്റ്റഡി, MCQ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെയുള്ളതൊന്നും ഒരിക്കലും ചോദിക്കാറേ ഇല്ല. കേസ് സ്റ്റഡി ചിലപ്പോൾ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ട് അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഉള്ള രീതി ചോദിക്കും. അല്ലാതെ നമ്മൾ എഴുതാനുള്ള രീതിയിലൊന്നും പറയത്തില്ല. അല്ലെങ്കിൽ എന്തിനെങ്കിലും എക്സാമ്പിൾ ആയിട്ട് ഒരു കേസ് സ്റ്റഡി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് നമ്മളൊരു കേസ് സ്റ്റഡി എഴുതുക എന്നൊക്കെ പറയത്തുള്ളൂ. അല്ലാതെ കേസ് സ്റ്റഡിയും MCQയും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഒന്നും ചോദിക്കാറില്ല. ലോങ് എസ്സേസ് ആണ് ഏറ്റവും കൂടുതൽ. കാരണം നല്ല ഡീപ്പ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോങ് എസ്സേസ് എഴുതാൻ പറ്റൂ. ഏത് ടോപ്പിക് ആണോ അതിനെപ്പറ്റി നല്ല രീതിയിൽ നമുക്ക് അറിയണം. 20 മാർക്സ് ആണ്, 400 to 500 വേർഡ്സ്. പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പം എന്താണ് ചോദിക്കുന്നത് അതിനെപ്പറ്റി മാത്രം പറയുക. പ്രിസൈസ് ആയിരിക്കണം. പോയിന്റ് കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. വാരി വലിച്ച് എഴുതാനേ പാടില്ല. ഈ ഷോർട്ട് നോട്ടിൽ നമുക്ക് എന്താണോ അറിയാവുന്നത് അത് എഴുതുക. ആൻഡ് അതിൽ ഫാക്ട് ഇൻക്ലൂഡ് ചെയ്യുക, എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതുന്നതാണ് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ കമന്റേറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിനെയും തിയറീസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നെ വിമർശിക്കാനും അനലൈസ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ബേസിലായിരിക്കും അനലിറ്റിക്കൽ കമന്ററി ക്വസ്റ്റ്യൻ വരുന്നത്. അത് നമ്മുടെ ഒരു എബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ്
ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പൊ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം ആ ഒരു പ്രത്യേക ടോപ്പിക്കിനെ പറ്റി അറിയാമെന്ന് മനസ്സിലാക്കാനാണ്. അനലിറ്റിക്കൽ ഓർ കമന്റേറ്ററിയിൽ ചോദിക്കുന്നത് നമുക്ക് എന്താണ്, മീൻസ് നമുക്കത് എങ്ങനെ അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് നമ്മുടെ ഒരു എബിലിറ്റി മനസ്സിലാക്കുന്നതാണ്. സോ എഴുതുമ്പോൾ ബാലൻസ്ഡ് ആർഗ്യുമെന്റ്സിനെ പോവാൻ നമ്മൾ ഒന്നിന്റെയും എക്സ്ട്രീം ആയിട്ട് എഴുതാൻ പാടില്ല. പിന്നെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് കൊടുക്കുക. അപ്പൊ നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലുണ്ട്, വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ മൊത്തത്തിൽ അധിക്ഷേപിച്ചിട്ടൊന്നും എഴുതാനായിട്ട്, മീൻസ് എക്സ്ട്രീം ആയിട്ടൊന്നും എഴുതാൻ പാടില്ല. ഒരു ബാലൻസ്ഡ് ആർഗ്യുമെന്റ് തന്നെ നിൽക്കുക. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും നമുക്ക് എത്രമാത്രം ഫാക്ട്സ് അറിയാം, ഡെഫിനിഷൻസ് അറിയാം, സിലബസിൽ നിന്നും എന്തൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫാക്ച്വൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതൊരു 8 to 10 മാർക്സിനാണ്. 200 to 250 വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അത് കൂടുതൽ അനാലിസിസ് ഒന്നും വരുന്നില്ല. നമ്മൾ എന്താണ് എന്നുള്ള ഒരു സംഭവം, നമ്മുടെ ഒപ്പീനിയൻ ആ ഒരു ഫാക്ട്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവിൽ വരുന്നില്ല. എന്താണ് മീൻസ് കറക്റ്റ് ആയിട്ട് എന്താണ് ആ ഒരു ഫാക്ട്, യാഥാർത്ഥ്യങ്ങൾ എന്താണ്, റിയാലിറ്റി എന്താണെന്ന് മാത്രം, അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസിലായിരിക്കും ഫാക്ച്വൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് വരുന്നത്. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഇനി നെക്സ്റ്റ് ബ്ലോക്ക് 1 ഗ്ലോബലൈസേഷനിലാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത്. 34% ഗ്ലോബലൈസേഷനിൽ നിന്നാണ് ചോദിക്കുന്നത്. അതിലിപ്പം ജൂൺ 2022 എടുക്കുകയാണെങ്കിൽ 38 മാർക്സ് ഏകദേശം ആ ഒരു ടോപ്പിക് ഗ്ലോബലൈസേഷൻ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ഡിസംബറിലാണെങ്കിൽ 34, പിന്നെ ജൂൺ 23-ലാണെങ്കിൽ 36. അങ്ങനെ ഓരോ ഇതിലും വെച്ച് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് അനലൈസ് ചെയ്യാം. ഇനി ബ്ലോക്ക് 2 കണ്ടംപററി ഗ്ലോബൽ ഇഷ്യൂസ് എടുക്കുകയാണെങ്കിൽ 33% ക്വസ്റ്റ്യൻസും കണ്ടംപററി ഗ്ലോബൽ ഇഷ്യൂസിനാണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് പവർ ആൻഡ് ഗവർണൻസ് ചാപ്റ്ററിന്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ 21% ആണ് അതിൽ നിന്നും ചോദിച്ചേക്കുന്നത്. പിന്നെ ജനറൽ അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിൻ ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഈ ബ്ലോക്കിൽ നിന്ന് തന്നെ അല്ലാതെ. പക്ഷെ നമുക്കിത് പഠിക്കുന്നതിന്റെ ബേസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ജനറൽ അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി, ഇപ്പൊ പല സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ കണ്ടംപററി ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ജനറൽ ഒപ്പീനിയൻ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അതും 12% ആയിട്ട് കാണുന്നുണ്ട്. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഇതാണ്. പിന്നെ കണ്ടംപററി ഗ്ലോബൽ ഇഷ്യൂസ്, പവർ ആൻഡ് ഗവർണൻസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴൊന്നും ചോദിക്കുന്നില്ല, എന്നാലും ചോദിച്ച് കാണുന്നുണ്ട് ജനറലും ഇന്റർ ഡിസിപ്ലിനറി ക്വസ്റ്റ്യൻസും. ഇനി വെയിറ്റേജ് നോക്കുവാണെങ്കിൽ ഇത് ജൂൺ 2022 തൊട്ട് ജൂൺ 2024 വരെയുള്ള എക്സാം പേപ്പറിന്റെ അനാലിസിസ് വെച്ച് നോക്കുവാണെങ്കിൽ ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒരു 5 ആ ഒരു റേഞ്ചിലൊക്കെ ചോദിച്ചിട്ടുള്ളൂ, 5% ഓഫ് മാർക്സിന്റെ ബേസിൽ. ഇനി അനലിറ്റിക്കൽ ഓർ കമന്റേറ്ററി ക്വസ്റ്റ്യൻ ഒരു 10 to 15 ആ ഒരു റേഞ്ചിലാണ് ക്വസ്റ്റ്യൻസ്. മാർക്ക് അത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചെന്നല്ല, അത്ര മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഷോർട്ട് നോട്ട് ഒരു 30-35 ആ ഒരു റേഞ്ചിൽ മാർക്ക്, 30 to 35 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് ലോങ് എസ്സേസ് ആണ്. ഒരു 50 to 60 മാർക്സിന് വരെയും ലോങ് എസ്സേസ്, 50 to 55 മാർക്സിനൊക്കെ ലോങ് എസ്സേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലോങ് എസ്സേസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഡൊമിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ നേരത്തെ ചോദിച്ചു വരുന്ന ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട്. ഓവറോൾ പെർസെന്റേജിൽ ലോങ് എസ്സേസ് തന്നെയാണ്, പക്ഷെ ആ ഒരു പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് നോട്ടിന്റെ പെർസെന്റേജ് കൂടിയിട്ടുണ്ട്. ഷോർട്ട് നോട്ടിന് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നു. 1/3 ഓഫ് ദ പേപ്പറും ഷോർട്ട് നോട്ട്സ് കാണാൻ പറ്റും. പിന്നെ അനലിറ്റിക്കൽ ആൻഡ് കമന്ററി ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ലോങ് എസ്സേസിന് ഷോർട്ട് നോട്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്തിരി മൈനോറിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഫാക്ച്വൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്സ് വളരെ കുറച്ചാണ് ചോദിക്കുന്നത്. ഷോർട്ട് നോട്ട്സിന്റെ കാര്യം നേരത്തെ 30% ആ ചോദിച്ചേക്കുന്നതെങ്കിൽ ഇപ്പൊ 34% ചോദിക്കുന്നുണ്ട് ഓരോ ടോപ്പിക് സ്പെസിഫിക് വെച്ചിട്ട്.
അത് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ അതിന്റെ ബേസിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. പിന്നെ ലോങ് എസ്സേസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. നേരത്തെയൊക്കെ 55% ചോദിക്കുമായിരുന്നു, ഇപ്പം ഒരു 48% ഒക്കെ ചോദിക്കുന്നുള്ളൂ. ഒരു 2022 തൊട്ടൊക്കെ ഒരു അത്രയും കുറച്ചിട്ടുണ്ട് അതിന്റെ ഒരു പെർസെന്റേജ്. അനലിറ്റിക്കൽ ആൻഡ് കമന്ററി ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്, അതും കൂടുതൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി ഒരു പ്രിപ്പറേഷൻ ടിപ്പ് പറയുവാണെങ്കിൽ ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു എന്തൊക്കെ മീൻസ് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാം, എഴുതി നോക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അത് എത്ര മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നോക്കണം. ഒന്നാമത് നമ്മുടെ റൈറ്റിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. നമുക്കൊരു ടോപ്പിക്കിനെ പറ്റി അറിയാമെങ്കിൽ എന്തൊക്കെ എപ്പോൾ എഴുതണം എന്നുള്ളത് ഒന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈമും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ഒരു 25 to 30 minutes ആയിരിക്കണം ഓരോ ക്വസ്റ്റ്യനും എടുക്കേണ്ടത്. ഒരു ലോങ് എസ്സേ എടുക്കുവാണെങ്കിൽ 25 to 30 minutes. അതിൽ തന്നെ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തൊക്കെ പോയിന്റ്സ് ആണ്, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, ഏതൊക്കെ എക്സാമ്പിൾസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് ഒരു ഫസ്റ്റില് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഈ പോയിന്റ്സ് എല്ലാം എക്സ്പാൻഡ് ചെയ്യുകയായിരിക്കണം ചെയ്യേണ്ടത്. ഒരു 4 to 5 എസ്സേ ചോദിക്കും, അതുകൊണ്ട് 2 to 2.5 മണിക്കൂർ വരെ ഈ ഒരു ഒരു 3 മണിക്കൂറുള്ള എക്സാമിൽ 2 to 2.5 മണിക്കൂർ വരെയും ലോങ് എസ്സേസിനായിരിക്കും പോകുന്നത്. പിന്നെ ഒരു 12 to 15 മിനിറ്റ് ഷോർട്ട് നോട്ടിന് കൊടുക്കുക. 4 to 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരു 1 hour ആയിരിക്കും. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഫാക്ച്വൽ ഇതിൽ തന്നെ ചോദിക്കാം. ഇപ്പൊ ലോങ് എസ്സേയിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അനലൈസ് ചെയ്ത് എഴുതാനുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ വരാം. പിന്നെ 20 to 25 minutes ആയിരിക്കണം നമ്മൾ ഈ അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഫാക്ച്വൽ റെസ്പോൺസിനൊക്കെ കൊടുക്കേണ്ടത്. ഏതൊരു എക്സാം എഴുതുമ്പോഴും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എഴുതുക. ആൻഡ് ഓൾസോ ഒരു അവസാനത്തെ ഒരു ഫ്യൂ മിനിറ്റ്സ്, ഒരു അറ്റ്ലീസ്റ്റ് 5 minutes എങ്കിലും മൊത്തത്തിൽ എവിടെയെങ്കിലും ഒക്കെ മിസ്സായി പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എടുക്കുക. ഇനി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, എക്സാമിൻ ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ സ്റ്റേറ്റ് സോവറിനിറ്റി. ഫസ്റ്റ് ബ്ലോക്കില് ഫസ്റ്റ് യൂണിറ്റിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 7 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ഫംഗ്ഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് WTO. 7 തവണ ചോദിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഓഫ് MNC ആൻഡ് TNC ഇൻ ദ ഗ്ലോബൽ എക്കോണമി. 6 തവണ വന്നിട്ടുണ്ട്. വാട്ട് ആർ ഇന്ത്യൻ കമ്മിറ്റ്മെന്റ്സ് അണ്ടർ ദ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ്. 6 തവണ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ്. 6 തവണയാണ് അതും. ഡിസ്ക്രൈബ് ദ എഫേർട്സ് ഓഫ് ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ടുവേർഡ്സ് ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ. അത് NPT അല്ലെങ്കിൽ CTBT അതിന്റെയൊക്കെ ബേസിൽ ചോദിച്ചിട്ടുണ്ട്. അത് 6 തവണയാണ്. ഡിഫൈൻ നിയോ ലിബറലിസം ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ഗ്ലോബൽ പോളിറ്റിക്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ 5 തവണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ സെക്യൂരിറ്റി ആൻഡ് ഇറ്റ്സ് ഡിസ്റ്റിങ്ഷൻ ഫ്രം ട്രഡീഷണൽ സെക്യൂരിറ്റി. 5 തവണ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ മെർക്കന്റിലിസം. അതും ഒരു 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ഇന്ത്യസ് അപ്രോച്ച് ടുവേർഡ്സ് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ റെഫ്യൂജീസ്. ഇത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഓരോ ബ്ലോക്കിലും ഓരോ ടോപ്പിക്കിനും ബേസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് മനസ്സിലായി. ഇപ്പൊ ഫസ്റ്റില് എക്സാമിൻ ചെയ്യണം എന്താണ് ഗ്ലോബലൈസേഷൻ എഴുതാം, അതിന്റെ ഇമ്പാക്റ്റുകളൊക്കെ എഴുതി. ഇപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മുടെ ഒരു ഒപ്പീനിയൻ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള, നമുക്ക് സ്വന്തമായിട്ട് തോന്നിയ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കലി ഇവാലുവേറ്റിൽ വരുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് അണ്ടർ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ്. അതെന്താണ്? ഇപ്പൊ ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒപ്പീനിയൻ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇന്ത്യ എടുത്തേക്കുന്ന കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഫ്രീക്വൻസി ടേബിൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ സ്റ്റേറ്റ് സോവറിനിറ്റി ഫസ്റ്റ് ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് ആണ്. അത് 7 തവണ. ഒരു ആവറേജ് മാർക്സ് നോക്കുവാണെങ്കിൽ 20. പിന്നെ ഫംഗ്ഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് WTO യൂണിറ്റ് 4 7 തവണ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആവറേജ് മാർക്ക് 10 ആണ്. ചിലപ്പോൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ടായിരിക്കും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, അതാണ് ആവറേജ് മാർക്ക് 10 ആവുന്നത്. പിന്നെ റോൾ ഓഫ് MNC TNC ഇൻ ദ ഗ്ലോബൽ എക്കോണമി 6 തവണ. ഇന്ത്യ ആൻഡ് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റും 6 തവണ ചോദിച്ചിട്ടുണ്ട്. നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് 6 തവണ. ഇന്റർനാഷണൽ എഫേർട്സ് NPT CTBT ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ 6 തവണ. നിയോ ലിബറലിസം 5 തവണയാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ ഹ്യൂമൻ സെക്യൂരിറ്റി വേഴ്സസ് ട്രഡീഷണൽ സെക്യൂരിറ്റി ഡിസ്റ്റിങ്ഷൻ ആയിട്ട് എന്താണ് ഹ്യൂമൻ സെക്യൂരിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഹ്യൂമൻ സെക്യൂരിറ്റിയും ട്രഡീഷണൽ സെക്യൂരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ട്. അതും 5 തവണയാണ്. പിന്നെ മെർക്കന്റിലിസം 5 തവണ. അത് ഷോർട്ട് നോട്ടിലാണ് ചോദിച്ചേക്കുന്നത്. ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ റെഫ്യൂജി കൺവെൻഷൻസ് അത് 4 തവണയാണ് ചോദിച്ചേക്കുന്നത് യൂണിറ്റ് 10 എന്നുള്ളത്. അപ്പം ഇതിന്റെ റെലവൻസ് ഇപ്പൊ ഷോർട്ട് നോട്ട് ആയപ്പോ അതിന്റെ ഇതെന്ന് പറഞ്ഞാൽ 10, 8 അത്ര ആവറേജ് മാർക്സ് വരുന്നുള്ളൂ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്
വന്നേക്കുന്നത്. ഇനി സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത 10 ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആയിട്ട് നോക്കിയിരിക്കണം. 2 തവണയെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യണം ടൈം അനുസരിച്ച്. അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ഇത് കൊടുക്കണം. പിന്നെ ഓരോ ടോപ്പിക് 3 ബ്ലോക്കിൽ ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ബ്ലോക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത് അതിനകത്താണ് യൂണിറ്റ്സ് കൂടുതലുള്ളത്. അപ്പൊ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പിന്നെ കണ്ടംപററി കേസസും ഒക്കെ വെച്ച് എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ കണ്ടംപററി കേസും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ഒക്കെ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എക്സാമിന്റെ സമയത്ത് ടെൻഷൻ അടിക്കാതെ അത് ഡയറക്റ്റ് അങ്ങ് എഴുതാം. അപ്പൊ അങ്ങനെ പറ്റുമെങ്കിൽ ചെയ്തു നോക്കാം. പിന്നെ പിയർ റിവ്യൂ ആൻഡ് ഓർ സെൽഫ് ചെക്ക് ആൻസർ നമ്മൾ സ്വന്തമായിട്ട് ഒന്നെങ്കിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുക. ഇങ്ങനെയൊക്കെ മീൻസ് അവർ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ നടക്കുമ്പം അതിനനുസരിച്ചുള്ള മീൻസ് നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റും. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. സോ പൈ ചാർട്ട് നോക്കുവാണെങ്കിൽ എല്ലായിടത്തും എല്ലാ എക്സാമിനും 45% ഈ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ചോദിക്കുന്നത് ആൻഡ് 55% ആയിരിക്കും ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പ്രോബബിലിറ്റി നോക്കുവാണെങ്കിൽ യൂണിറ്റ് 2 ഗ്ലോബലൈസേഷൻ ആൻഡ് സ്റ്റേറ്റ് സോവറിനിറ്റി 80% പ്രോബബിലിറ്റി ആണ്, ഹൈ പ്രോബബിലിറ്റി ആണ്. ലാസ്റ്റ് 10 പേപ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 8 തവണയും ചോദിച്ചിട്ടുണ്ട്. ആൻഡ് യൂണിറ്റ് 4 WTO ആൻഡ് ഇന്ത്യ ആ ഒരു ചാപ്റ്ററിന് 80% ആണ്. അതും എസ്സേസ് ആയിട്ടും ഷോർട്ട് നോട്ട് ആയിരിക്കും. കഴിഞ്ഞ 10 പേപ്പറിൽ 8 തവണയും ചോദിച്ചിട്ടുണ്ട്. MNC ആൻഡ് TNC 70%, കഴിഞ്ഞ 10 പേപ്പർ എടുക്കുകയാണെങ്കിൽ 7 തവണയാണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് യൂണിറ്റ് 7 ബ്ലോക്ക് 2 70% ചാൻസ് ഉണ്ട്. കഴിഞ്ഞ 10 പേപ്പറിൽ 7 തവണ ചോദിച്ചിട്ടുണ്ട്. നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് ആണെങ്കിലും 70% ഹൈ ഇമ്പോർട്ടൻസ് ആണ്. യൂണിറ്റ് 8 ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റീസ് ഇത് 60%, അതായത് 10ൽ 6 തവണ ചോദിച്ചിട്ടുണ്ട്. ന്യൂ ലിബറലിസം ആണെങ്കിൽ 10ൽ 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് അല്ലെങ്കിൽ അനലൈറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. യൂണിറ്റ് 11 നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ സെക്യൂരിറ്റി വേഴ്സസ് ട്രഡീഷണൽ സെക്യൂരിറ്റി 2023-24 പേപ്പർ എടുക്കുമ്പം 5 തവണ മീൻസ് മൊത്തം 10 പേപ്പറിൽ 5 തവണ ചോദിച്ചിട്ടുണ്ട്. 2023-24 ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത്. ആൻഡ് റെഫ്യൂജീസ് ആൻഡ് ഇന്ത്യസ് അപ്രോച്ച് 40% ചാൻസസ് ഉണ്ട്. സിൻസ് 2023 ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത്. മാർക്സിസ്റ്റ്, ലിബറൽ, റിയലിസ്റ്റ് പെർസ്പെക്റ്റീവ് കുറച്ച് കുറവാണ്. ഷോർട്ട് നോട്ട്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്, എന്നാലും ഭയങ്കര കുറവാണ്. 30% ചാൻസ് കൊടുക്കുക. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 12 സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് NGOസും ഒരു 30% ആണ്. അത് ഡിസ്ക്രിപ്റ്റീവിലൊക്കെ ചോദിക്കുന്നുള്ളൂ. 10 പേപ്പറിൽ നോക്കുമ്പോൾ ഒരു 3 തവണയാണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 6 കൾച്ചറൽ ടെക്നിക്കൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷനും അതും ഒരു ലോ ആയിട്ടുള്ള ഇതാണ്. അത് 30% മതി. മീൻസ് എന്തെങ്കിലും ഒരു എസ്സേയുടെ പാർട്ടായിട്ട് ചോദിക്കത്തുള്ളൂ, അല്ലാതെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ഒന്നും അതിൽ നിന്ന് ചോദിക്കത്തില്ല. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആദ്യം 80%-ഉം 70% ഉള്ള ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ 60%, 50-40 വരെ കൊടുക്കുക. 30% ഇത് എത്രയും നോക്കി കഴിഞ്ഞിട്ട് സമയം ഉണ്ട് നമുക്ക് പിന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ കാണിക്കണം നമ്മൾ ഈ ബ്ലോക്ക് 3 പിന്നെ ഈ ബ്ലോക്ക് 1 യൂണിറ്റ് 6 നോക്കേണ്ടത്. സോ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ബ്ലൂവിൽ കാണിച്ചേക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്. അത് കഴിഞ്ഞ് ഗ്രീനിലുള്ളത് ഇമ്പോർട്ടൻസ് ആ ഒരു കളറിന്റെ അനുസരിച്ച് ഡാർക്കസ്റ്റ് ബാസ് ടോപ്പ് പ്രഡിക്ഷൻ ടോപ്പിക്സ്, അതായത് സ്റ്റേറ്റ് സോവറിനിറ്റി, WTO, MNC ഒക്കെ പോലുള്ളത്. ബ്ലൂ എന്ന് പറയുമ്പം ഈ 70% കൂടുതലുള്ളത്. ഗ്രീൻ എന്ന് പറയുന്നത് 40-69% ചാൻസ് ഉള്ളത്. ആൻഡ് യെല്ലോ ആണ് ലോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മീൻസ് നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ, ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ട് വേണമെങ്കിൽ ഇതിൽ ഒരു യൂണിറ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം.
ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ പഠിക്കുന്നതായിരിക്കും. കാരണം അതൊക്കെ കേസ് സ്റ്റഡി ആയിട്ടും എക്സാമ്പിൾസ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നമ്മള് ഈ ഒരു ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പം അത് മെയിൻ ആയിട്ടും ഗ്ലോബലൈസേഷൻ ആൻഡ് സോവറിനിറ്റി, WTO ആൻഡ് ഇന്ത്യ, MNC, പാരീസ് എഗ്രിമെന്റ്, നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി, ഇതാണ് ഏറ്റവും പ്രോബബിലിറ്റി ചാൻസ് കൂടുതൽ വരാനായിട്ട്. അതില് എന്ന് പറയുമ്പം എന്താ, നമ്മൾ സെൽഫ് ക്വിസ് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, പിന്നെ ഒരു ടൈം വെച്ചിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, ആരെങ്കിലും പഠിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പഠിക്കാം. പിന്നെ മെമ്മറൈസ് ചെയ്യാം ഓരോ ഡെഫിനിഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേസ് സ്റ്റഡി, റെലവെന്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ഒക്കെ ഓരോ ടോപ്പിക്കിന് വെച്ചിട്ട് നമുക്ക് അതൊന്നും മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ എക്സാമിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. മീഡിയം പ്രോബബിലിറ്റിയിലാണ് ഈ ന്യൂക്ലിയർ ട്രീറ്റീസ്, നിയോ ലിബറലിസം, ഹ്യൂമൻ സെക്യൂരിറ്റി, റെഫ്യൂജീസ് ഒക്കെ. അതിന് നമുക്ക് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ്, ഓരോ കാർഡ് ഒക്കെ വെച്ചിട്ട് ഓരോ ടോപ്പിക് ഇങ്ങനെ ഓർത്തിരിക്കും പെട്ടെന്ന്, മെയിൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ. പിന്നെ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാം. പിന്നെ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള ആൻസേഴ്സ്, പാസ്റ്റ് ആൻസേഴ്സ് ഒക്കെ റിവ്യൂ ചെയ്തും നമുക്ക് ഈ ഫോക്കസ്, അങ്ങനെയൊക്കെ ഫോക്കസ് ചെയ്തും പഠിക്കാവുന്നതാണ്. ഇനി ലോ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വലിയ രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യണ്ട. ഇപ്പൊ സ്മാർട്ട് പ്രിപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് എന്താ, ഒരു ബ്രീഫ് നോട്ട്സ് എല്ലാ ടോപ്പിക്കും അതിനകത്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പൊ മാർക്സിസ്റ്റ്, ലിബറലിസ്റ്റ്, ആ ഒരു പെർസ്പെക്ടീവ്, NGO, കൾച്ചറൽ, ടെക് ഡയമെൻഷനിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കത്തേ ഇല്ല എന്ന് ഉറപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും കുറച്ചൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ആൻഡ് ഓൾസോ ബ്രീഫ് നോട്ട്സ്, ഭയങ്കര എക്സാമ്പിൾസ് ഇതൊക്കെ കൊടുത്തൊന്നും പ്രിപ്പയർ ചെയ്യണ്ട. സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ സമയം ഇല്ല, അങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും സമയം ഇല്ലെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടോപ്പിക് ഏറ്റവും ലാസ്റ്റിലേക്ക് വെക്കാവൂ. ആൻഡ് ഇത് നമ്മൾ ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ ഏതൊക്കെ എക്സാം പേപ്പറിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇതിന്റെ ബേസിൽ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമുക്ക് 3 മണിക്കൂറുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 8 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണം സെലക്ട് ചെയ്ത് എഴുതണം. അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്, വരാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ, അനലൈസ് ഹൗ ന്യൂ ഫോംസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ദ ഡിജിറ്റൽ എറ ആർ ട്രാൻസ്ഫോമിംഗ് സ്റ്റേറ്റ് സോവറിനിറ്റി വിത്ത് റെഫറൻസ് ടു റീസെന്റ് ഗ്ലോബൽ ഇവന്റ്സ് ആൻഡ് പോളിസീസ്. നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആദ്യമേ ഏത് യൂണിറ്റിൽ നിന്നാണ് ഇത് ചോദിച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നോക്കണം. അതിനനുസരിച്ചിട്ട് അതിനകത്ത് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സാമ്പിൾസ് പറയാം. പിന്നെ അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് കറണ്ട് അഫയേഴ്സിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കും, കാരണം നമ്മുടെ സബ്ജക്ട് അങ്ങനെയുള്ളതാണ്. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഭയങ്കര റെലവൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് അല്ലേ. അപ്പൊ ആ റീസെന്റ് ഗ്ലോബൽ ഇവന്റ്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ഗ്ലോബൽ ഇവന്റ്സ്, പോളിസീസ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ. ഇനി നെക്സ്റ്റ്, എക്സാമിൻ ദ ഫങ്ഷൻസ് ആൻഡ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസംസ് ഓഫ് WTO. ഹൗ ഹാവ് ദീസ് ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യസ് ട്രേഡ് റിലേഷൻസ് സിൻസ് 2015 ആൻഡ് യൂസ് ദ ഡേറ്റ പ്രൊവൈഡഡ് ബിലോ ടു സപ്പോർട്ട് യുവർ ആൻസർ. എന്നിട്ട് നമുക്കൊരു ഡേറ്റ ടേബിളും തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ആദ്യം നമ്മൾ എന്താണ് WTO എന്നും അതിന്റെ ഫങ്ഷൻസും ആ കാര്യങ്ങളും ഒക്കെ പറയണം. അപ്പം അതിനുശേഷം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇന്ത്യയുടെ ട്രേഡ് റിലേഷൻസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് 2015 മുതൽ എങ്ങനെയാണ്, അതിന് നമുക്കൊരു ഡേറ്റയും തന്നിട്ടുണ്ട്. ഇതിലെന്ന് പറയുമ്പോൾ ഈ ഡേറ്റയിൽ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ പറഞ്ഞേക്കുന്നത്, ഒന്ന് ഇന്ത്യസ് WTO കേസസ് ആസ് കംപ്ലൈനന്റും പിന്നെ ഇന്ത്യസ് WTO കേസസ് ആസ് റെസ്പോണ്ടന്റും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇന്ത്യയുടെ ട്രേഡ് റിലേഷൻ ആണ് ഫസ്റ്റ്ലി മനസ്സിലാക്കാൻ പറ്റുന്നത്. 2015, 17, 19, 22 ഈ ഓരോ ഇയർ വൈസ് ഉള്ള ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കുക, ഇപ്പൊ 2019 ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ 4 കംപ്ലൈന്റ്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഓരോ ഇപ്പം അവരുടെ ട്രേഡ് ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇന്ത്യ 4 കംപ്ലൈന്റ് WTOക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇന്ത്യ ഇപ്പൊ 2 അല്ലെങ്കിൽ ഏതൊരു വർഷം നോക്കിയാലും ഇന്ത്യക്കെതിരെ ആൾക്കാർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, 2 അല്ലെങ്കിൽ 3 കേസസോ. അതെന്ന് പറയുന്നത് മറ്റ് നേഷൻസും ഇന്ത്യയുടെ ട്രേഡ് പോളിസീസിനെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട് എന്നല്ലേ. അല്ലാതെ നമ്മുടെ ഇവിടെ പ്രശ്നം നടക്കുകയാണെങ്കിൽ എങ്ങനെ മനസ്സിലാവും? സോ ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം ഒക്കെ എങ്ങനെയാണ്, മെമ്പർ കൺട്രീസ് എങ്ങനെ റിസോൾവ് ചെയ്യുന്നു, ലീഗലി എന്തൊക്കെയാണ്, പിന്നെ ഓരോ വാർ ഒക്കെ എങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഈ ഒരു ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ്, multinational corporations are both engines of economic growth and sources of political change. Critically assess this statement with 2 case studies, one positive, one negative. അപ്പം ഇത് എന്ന് പറയുമ്പോൾ MNCസിനെ പറ്റിയാണ്. MNC എന്ന് പറയുമ്പോൾ അതിനൊരു പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ടെന്നുള്ള രീതിയിൽ അനലൈസ് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കലി അസസ് ആണ്. അപ്പോൾ എന്താണ്, നമ്മുടെ
നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഇതിന് ആവശ്യമാണ്. നമ്മൾ വിമർശിച്ച് എഴുതണം, പോസിറ്റീവും നെഗറ്റീവും. അതിനൊരു എക്സാമ്പിൾ പോലെ കേസ് സ്റ്റഡി A, B എന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താ, ആൻ ഇന്ത്യൻ MNC's ടെക്നോളജി ട്രാൻസ്ഫർ സക്സസ് ഇൻ ആഫ്രിക്ക. സെക്കൻഡ് കേസ് സ്റ്റഡി ആണ് കേസ് സ്റ്റഡി B, എൻവയോൺമെന്റൽ കോൺട്രവേഴ്സി ഇൻവോൾവിംഗ് എ മേജർ MNC ഇൻ ലാറ്റിൻ അമേരിക്ക. ഇത് നമ്മുടെ MNC TNC ഗ്ലോബൽ എക്കോണമി എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇമ്പാക്ട് ആണ്. എങ്ങനെ ഒരു MNC ടെക്നോളജി ആഫ്രിക്കയിലേക്ക് പോകുന്നു, അപ്പൊ അവിടുത്തെ ലോക്കൽ സ്കില്ലും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ എക്കണോമിക് ഡെവലപ്മെന്റ് കൂട്ടുകയാണ്, ആ ഒരു എങ്ങനെ ഓരോ കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. കേസ് സ്റ്റഡി B നോക്കുവാണെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് ആണ്. അതായത് ലാറ്റിൻ അമേരിക്കയിലെ ഒരു മേജർ MNC ആണെങ്കിൽ ബാക്ക്ലാഷ് മീൻസ് ഒരു പ്രശ്നം നേരിടുകയാണ്, കാരണം അവിടുത്തെ എൻവയോൺമെന്റൽ ഡാമേജ് കാരണം. അപ്പൊ അവിടുത്തെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ വരുന്നു, അവിടെ കുറെ പ്രതിഷേധം നടക്കുന്നു. MNCക്കും എന്താണ് എൻവയോൺമെന്റിനെ നശിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. MNC ക്യാൻ ഹാം ദ എൻവയോൺമെന്റ് ആൻഡ് ഓൾസോ ദേ ക്യാൻ ഡിസ്റ്റർബ് ദ ലോക്കൽ ഗവർണൻസ് എന്നുള്ളൊരു ഐഡിയ വരുന്നതും അപ്പൊ അതിനെതിരെയായിട്ട് വരുന്നത്. സോ അങ്ങനെ രണ്ട് രീതിയിൽ അനലൈസ് ചെയ്തിട്ട് വേണം. അതായത് MNC എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റിന് നല്ലതാണ്, പക്ഷെ എന്ത് വേണം, റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നെക്സ്റ്റ്, the rise of neoliberalism has had a profound impact on global economic policy since the 1970s. Discuss the main features of neoliberalism and its practical impact, referencing the numerical trends given. അപ്പം രണ്ട് ന്യൂമറിക്കൽ ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പൊ നിയോ ലിബറലിസത്തിന്റെ ബേസിലാണ് ഗ്ലോബൽ എക്കണോമിക് പോളിസി. ഓരോ ടോപ്പിക് ഓരോന്നും നമ്മൾ മനസ്സിലാക്കണം. നിയോ ലിബറലിസം എന്നുള്ള ഒരു ടോപ്പിക്കും പിന്നെ അതുപോലെ ഗ്ലോബൽ എക്കണോമിക് പോളിസി സിൻസ് 1970s എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ വരേണ്ടത്. സോ ബിറ്റ്വീൻ 90, അപ്പൊ രണ്ട് ന്യൂമറിക്കൽ ഡേറ്റാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബിറ്റ്വീൻ 1990 ആൻഡ് 2020 ഷെയർ ഓഫ് പ്രൈവറ്റൈസ്ഡ് ഇൻഡസ്ട്രീസ് ഇൻ ഗ്ലോബൽ GDP റോസ് ഫ്രം 18 to 37%. അതെന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഓണർഷിപ്പിലേക്കുള്ള ഷിഫ്റ്റ് ആണ് കറക്റ്റ് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ആ ഒരു പോയിന്റ് നമ്മൾ അനലൈസ് എഴുതാനായിട്ട്. പിന്നെ പബ്ലിക് സെക്ടർ എംപ്ലോയ്മെന്റ് ഡിക്ലൈൻഡ് ബൈ 15% ഇൻ ദ സെയിം പീരീഡ്. അതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ റോൾസ് കുറയാണ്, ഷ്രിങ്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. സോ അപ്പൊ നിയോ ലിബറലിസം എന്ന് പറയുമ്പോൾ ഗ്ലോബൽ എക്കോണമീസിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേറ്റ അനുസരിച്ച് പ്രൈവറ്റ് ഓണർഷിപ്പ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കൺട്രോൾ റിഡ്യൂസ് ചെയ്യുക. പ്രൈവറ്റ് ഓണർഷിപ്പ് കൂട്ടുകയും സ്റ്റേറ്റ് കൺട്രോൾ റിഡ്യൂസ് ചെയ്തുകൊണ്ടുമാണ് നിയോ ലിബറലിസം ഗ്ലോബൽ എക്കോണമീസിനെ ഷേപ്പ് ചെയ്തേക്കുന്നത് എന്നാണ് ഈ ഒരു ഓവറോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അത് നമുക്ക് കുറെ പോയിന്റ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ്, റിവ്യൂ ഇന്ത്യസ് കമ്മിറ്റ്മെന്റ്സ് അണ്ടർ ദ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ്, ഇവാലുവേറ്റ് ദ പ്രോഗ്രസ് മെയ്ഡ് ബൈ ഇന്ത്യ ഓൺ ഇറ്റ്സ് റിന്യൂവബിൾ എനർജി ടാർഗറ്റ്സ് ആൻഡ് ഡിസ്കസ് ദ പൊളിറ്റിക്കൽ ചാലഞ്ചസ് എഹെഡ്. അപ്പൊ അതിന്റെ ബേസിലും ഡേറ്റ തന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യമാണ്, കാരണം ഡേറ്റ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പം ആദ്യം പാരീസ് എഗ്രിമെന്റ് എന്താന്ന് നമുക്ക് എഴുതാം. അതിന്റെ ബേസിൽ നമുക്ക് ഇപ്പൊ അതൊരു ഷോർട്ട് ആൻസർ ആണെങ്കിൽ നമുക്ക് എന്താണ് പാരീസ് എഗ്രിമെന്റ് അങ്ങനെ ഒന്നും എഴുതണ്ടേ, ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റിനെ പറ്റി മാത്രം എഴുതിയാൽ മതി. എന്നാൽ ലോങ് എസ്സേയിൽ ആകുമ്പോൾ നമുക്ക് എന്താണ് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിന്റെ ഈ ഒരു ടേബിൾ കാണിച്ചേക്കുന്ന 2022 പ്രോഗ്രസ് ആണ്, എത്രമാത്രം ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ടാർഗറ്റ് 175 ആയിരുന്നെങ്കിലും അച്ചീവ് ചെയ്തത് 162 ആണ്. അപ്പം ഇന്ത്യ എന്താ ക്ലോസ് അച്ചീവ് ചെയ്യാൻ മീൻസ് ആ ഒരു ടാർഗറ്റിന് ക്ലോസ് ആയി, പക്ഷെ ഫുള്ളി അച്ചീവ് ചെയ്തിട്ടില്ല. ഇനി 2025 250 ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. എത്രമാത്രം വരാമെന്ന് നമുക്കിനി
പറയാം. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ കുറച്ചും കൂടെ നല്ല രീതിയിൽ പറ്റുവാണെങ്കിൽ ഡൊമസ്റ്റിക് റിഫോംസും ഗ്ലോബൽ കോപ്പറേഷനും ഒക്കെ വെച്ചിട്ട് എന്താ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ഒപ്പീനിയൻ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. നെക്സ്റ്റ്, നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി threats such as pandemic, cyber attacks, and terrorism are reshaping the concept of security in global politics. Illustrate with 3 real or hypothetical examples and suggest policy responses from India. യൂണിറ്റ് 9 നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചേക്കുന്ന നോക്കാം, നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. വിത്ത് 3 റിയൽ ഓർ ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾസ്. ഒന്നെങ്കിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലി നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള പോളിസി റെസ്പോൺസസും നമ്മൾ എഴുതണം. ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ COVID-19 വെക്കാം, പാൻഡമിക്കിന്റെ അത് പറയാം. പിന്നെ ഇപ്പൊ ഈ റീസെന്റ് നടന്ന അറ്റാക്ക്, ടെററിസ്റ്റ് അറ്റാക്കിന്റെ എക്സാമ്പിൾസ് വെക്കാം, അല്ലെങ്കിൽ നേരത്തെ നടന്നിട്ടുള്ള പുൽവാമ അറ്റാക്ക്, അതുപോലുള്ള ടെററിസത്തെ ബേസ് ചെയ്തിട്ടുള്ള അറ്റാക്സിനെ ബേസ് ചെയ്ത് പറയാം. പിന്നെ പോളിസി സജഷൻസ് വെക്കാം, അതായത് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഏതാണ്. ഇപ്പം കോവിഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറും എമർജൻസി ആയിട്ട് പ്രിപ്പയർനെസ്സും ഒക്കെ ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ഇപ്പം ടെററിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്റലിജൻസ് ഷെയറിങ്ങും കൗണ്ടർ ടെററിസം ഓപ്പറേഷൻസ് ഒക്കെ കൂടുതലായിട്ട് വരണം, ഇന്റർനാഷണൽ കോർപ്പറേഷൻസ് കൂട്ടണം, അങ്ങനെയൊക്കെയുള്ള സജഷൻസും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ വെക്കണം. Next question, explain the structure and significance of Non-Proliferation Treaty and Comprehensive Test Ban Treaty. Evaluate India's stance using the data below on global nuclear stockpiles. ഇത് ഡേറ്റ അനലൈസ് ചെയ്യാനാണ്. ഇതിനകത്ത് പറയുന്നത് എന്താ, ഇന്ത്യക്ക് എന്താ 160 ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട്. പക്ഷെ അത് എന്താ NPTയുടെയോ CTBTയുടെയോ മെമ്പർ അല്ല. ഇന്ത്യ ഈ NPT ഒക്കെ റിജക്ട് ചെയ്യാൻ എന്താ കാരണം, മീൻസ് അത് നോൺ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയർ നോൺ ന്യൂക്ലിയർ സ്റ്റേറ്റ്സും തമ്മിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടായിട്ടാണ് ഇന്ത്യ അത് റിജക്ട് ചെയ്യുന്നത്. പിന്നെ ഇനി ചൈന USA നോക്കുവാണെങ്കിൽ അവർക്ക് എന്താണ് നല്ല രീതിയിൽ കൂടുതലാണ് ഇന്ത്യ പാകിസ്ഥാനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അവരെന്ന് പറയുന്നത് എന്നാ ഈ ട്രീറ്റി മെമ്പർഷിപ്പിന്റെ ഭാഗമാണ്. അപ്പം ഇന്ത്യ ന്യൂക്ലിയർ ഡിസാർമെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ ഒരു നോൺ ഡിസ്ക്രിമിനേറ്ററി ഗ്ലോബൽ ഫ്രെയിംവർക്ക് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇതൊക്കെയാണ്, അതൊക്കെ അനലൈസ് ചെയ്തിട്ട് ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ആ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഏത് യൂണിറ്റ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. Next, the global refugee crisis poses both humanitarian and security dilemmas. Discuss India's policy approach to international refugee conventions, referencing the data below on refugee inflow from 2015 to 2024. അപ്പം ഇതിനകത്താണെങ്കിലും ഡേറ്റ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഡേറ്റ് നോക്കുവാണെങ്കിൽ 2015 തൊട്ട് 2021 വരെ എന്താ 2015 നിന്ന് 2021 ആയപ്പോഴത്തേക്ക് ഒരു കുറവ് കാണാൻ പറ്റും, ഡിക്രീസ് നടന്നിട്ടുണ്ട്. അതായത് തൗസൻഡ്സ് ആണ്. അപ്പം 21 മീൻസ് 2,10,000 ആണ് വരുന്നത്. ഇപ്പൊ 210 എന്ന് പറയുന്നത്. അതിൽ നിന്നും 1,65,000 ആയി 2015 2021 ആയപ്പോൾ. എന്നാൽ 2024 ആയപ്പോൾ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത 165 നിന്ന് 170 ആയി. അതായത് 1,70,000 ആയി. ഒരു അതുവരെ കുറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് ഒരു കൂടുതലാണ്. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ എന്താ, ഈ ഒരു ഡേറ്റ് നോക്കുവാണെങ്കിൽ റെഫ്യൂജി ഇൻഫ്ലോയുടെ ഡിക്രീസ് ആണ് കാണാൻ പറ്റുന്നത്. കാരണം പല റീസൺസ് ഉണ്ട്, അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കും. ആ ഡേറ്റിൽ നമുക്ക് കിട്ടി എന്താ ഉദ്ദേശിക്കുന്നതിന്. എന്താ റെഫ്യൂജി ഇൻഫ്ലോ മൊത്തത്തിൽ കുറവാണ്, ഒരു സമയം നല്ല രീതിയിൽ കുറഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് കൂടി, എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ നെറ്റ് ഡിക്രീസ് ആണ് കാണുന്നത്. അപ്പൊ അതിന് കാരണമായിട്ടുള്ളതൊക്കെ പോളിസി ഷിഫ്റ്റും ബോർഡർ കൺട്രോൾസും സെക്യൂരിറ്റി കൺസേൺസും ഒക്കെ വെച്ചിട്ടായിരിക്കണം ആ ഒരു ആൻസർ എഴുതണം. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്. ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും കറക്റ്റ് മനസ്സിലാക്കി, നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും കറക്റ്റ് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ ഇതുപോലുള്ള അനാലിസിസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്ന ഹൈ റെലവൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുക, പിന്നെ മീഡിയം ആൻഡ് ദെൻ ലോ റെലവൻസ് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻസ് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാൻ നോക്കുക. പിന്നെ ചോയ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇപ്പം ഒട്ടും ടൈം കിട്ടുന്നില്ലെങ്കിൽ 1-2 ടോപ്പിക്സ് ഒക്കെ സ്കിപ്പ് ചെയ്തായിട്ടാണെങ്കിലും, പക്ഷെ പഠിക്കുന്ന ടോപ്പിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, എഴുതി തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ ഇത്രയാണ് ഈ ഒരു അനാലിസിസ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.